നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8-ാം തീയതിക്ക് മാറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ളത്. പക്ഷെ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീതി കിട്ടുമെന്നുള്ള, അതായത് അവർക്ക് നമ്മൾക്ക് നീതി കിട്ടുമെന്നുള്ള ഉറപ്പാണ്. അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട്. അതിനുവേണ്ടി നമ്മളെ സാർമാർ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പിന്നെ അവർ ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. ജഡ്ജി നിങ്ങൾ കേട്ടല്ലോ, അതായത് ജഡ്ജി പറഞ്ഞത് ഞങ്ങളിന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു. പക്ഷേ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആറാടി മണ്ണിലുള്ളത്. അവരിന്ന് സന്തോഷത്തിന്റെ പൂർവ്വം വന്നത്. അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിലാണ് അവരിന്ന് വന്നത്. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ നടന്നു. അതും എന്തായി കഴിഞ്ഞാലും ഓരോ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതായത് കുട്ടി ഇത്രയും ദൂരമൊന്നുമില്ല, 1.5 കിലോമീറ്റർ പരിധിയിലാണ് നടക്കുന്നത്. 7 കിലോമീറ്റർ എന്നാണ് വക്കീൽ ബാധിക്കുന്നത്. അതായത് താമരശ്ശേരി ഹൈസ്കൂളും ഈ പറഞ്ഞ ഈ സംഭവം നടന്ന സ്ഥലവുമായിട്ട് 1.5 കിലോമീറ്ററുമായിട്ട് അതിന്റെ ചുറ്റാളെ ഞാൻ താമസിക്കുന്നത്. അപ്പൊ 7 കിലോമീറ്റർ എങ്ങനെ ആവുക? അവന്റെ സഹപാഠികൾ താമരശ്ശേരി ഉണ്ട്, അവിടത്തേക്ക് ചെന്നല്ലേ. അതുകൊണ്ടാണല്ലോ ഇത് ഈ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇവർ നിഷേധിക്കാൻ നോക്കുകയാണ് വക്കീലിനെ വെച്ചിട്ട്. പ്രഗത്ഭമായ വക്കീലാണ് അവർക്കുള്ളത്. ഒരു കാരണവശാലും അവർ ജാമ്യം അർഹിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ഇന്ന് കോടതിയിൽ വാദിച്ചത്.